40-40 വർഷമായി ഞാൻ ഈ സിനിമാ ഫീൽഡിലൊക്കെ പ്രവർത്തിക്കാനും കാണാനൊക്കെ ആരംഭിച്ചിട്ട്, എന്നാൽ ഇതുവരെ ഇങ്ങനൊരു പടത്തിന് വേണ്ടി ഇത്ര പ്രത്യാശയോട് പ്രതീക്ഷയോട് കാത്തിരുന്ന് ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു പടം ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ, മലയാളത്തിലുണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. ആ കാര്യത്തിൽ ഞാൻ എൻ്റെ ഇതിലെ പ്രൊഡ്യൂസർ നമ്മുടെ ആൻ്റണിയെ ഞാൻ അനുമോദിക്കുകയാണ്. കാരണം അവസാന ഘട്ടത്തിൽ ഞാൻ ഈ പടം എടുത്തിട്ടുണ്ടെങ്കിലും ആദ്യം മുതൽക്കേ ഞങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഓരോ നിമിഷത്തിലും ഈ പടം എങ്ങനെ എന്തൊക്കെ നടക്കുന്നു എന്നൊക്കെ ഞാൻ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അറിയാതെ ഒരു സ്നേഹം, ഒരു പ്രേമം അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രേമം സാക്ഷാത്കരിച്ചത് അവസാനത്തെ 10 ദിവസം മുമ്പെയാണ്. അപ്പോൾ അത് ഒരു മാറ്റം തന്നെ, ഇത് ഒരു വലിയൊരു മാറ്റം തന്നെയായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മളെ മോഹൻലാൽ, നമ്മുടെ പൃഥ്വിരാജ്. കാരണം ഇന്ന് ലോകത്തിലെല്ലാ മലയാളികളും ആരാധിക്കുന്ന, സ്നേഹത്തോടെ ആരാധിക്കുന്ന, ആത്മാർത്ഥമായി ആരാധിക്കുന്ന ഒരു നായകനാണ് നമ്മളെ മോഹൻലാൽ. ഏത് വിഷയത്തിലും ഏതായാലും സിനിമയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യൻ. കലാപരമായി ഇങ്ങനെയുള്ള ഓൾ ഇൻ ഓൾ ഏത് വേഷത്തിലായാലും അഭിനയിച്ച് ഏറ്റവും നല്ല കയ്യടി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ. ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. ആ ആരാധനയാണ് ഈ പടം ഞാൻ അവസാനം എടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത്, പൃഥ്വിരാജിൻ്റെ ഫാമിലി ഞാൻ വളരെ കൊല്ലങ്ങൾക്ക് മുമ്പേ വളരെ സ്നേഹത്തിലുള്ളായിരുന്നു. അവരെ ഒരു കുടുംബം തന്നെ ഒരു കലാകുടുംബമാണ്. അപ്പോൾ ആ കുടുംബത്തിൽ ഇതിൽ ഡയറക്റ്റ് ചെയ്ത പൃഥ്വിരാജ് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണക്കാണ്. രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്നവരെ ഇതിനു വേണ്ടി മാത്രം ചിന്തിച്ചും പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അതിനുവേണ്ടി അതുകൊണ്ടാണ് ഈ പടം ഈ രീതിയിലായത്. അവസാന ഘട്ടം ഞാൻ ചോദിച്ചു, പൃഥ്വിരാജ് ഞാൻ പടം എടുക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താ? 100% സക്സസ്. അതാണ് അയാളുടെ കോൺഫിഡൻസ് ആണത്. സാധാരണ ഒരു ഡയറക്ടർ അങ്ങനെ പറയാറില്ല, പക്ഷേ അതും പറഞ്ഞു. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ സിനിമയിൽ, ഞാൻ സിനിമാ ലോകത്തിൽ വന്നത് എന്നുള്ള പ്രധാനപ്പെട്ട കാരണം അതിനൊരു ഫാഷൻ എന്നായിരുന്നു. പക്ഷേ ഈ പടത്തിൽ മാത്രമല്ല, എൻ്റെ പടത്തിൽ എല്ലാം തന്നെ ഒരു വിജയത്തിൻ്റെ കാരണം എൻ്റെ ബാക്കിലൊരാൾ കൃഷ്ണമൂർത്തി. കാരണം ഇപ്പോൾ ഇവിടെ നമ്മളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും കൃഷ്ണമൂർത്തിയെ പറ്റി അറിയാം. കാരണം ആൻ്റണിയെ കൂടുതൽ ആ വിഷമമുള്ള സമയങ്ങളിൽ സഹായിച്ച, അദ്ദേഹത്തെ എല്ലാ കാര്യത്തിലും നിന്ന് പ്രവർത്തിച്ച ഒരാളാണ് കൃഷ്ണമൂർത്തി. അതിന് ഞാൻ ഈ പടത്തിൻ്റെ ഒരു വിജയത്തിന് ഞാൻ ഇൻക്ലൂഡ് ആകാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. പിന്നെ മഞ്ജു വാര്യർ, പിന്നെ നമ്മുടെ ടൊവിനോ ഇന്ദ്രജിത്ത് ഞങ്ങൾ പല പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഇത് വളരെ അതിൻ്റെ ബാക്കിലിരുന്ന് പ്രവർത്തിക്കുന്നവർ വളരെ നല്ല അധ്വാനിച്ചിട്ട് നല്ലൊരു പടമാണ് ഇത്. ഇന്ത്യൻ സിനിമയിലെ, അതായത് മലയാളത്തിലെ ആദ്യ ഐമാക്സ് വാങ്ങിച്ച ഒരു സിനിമ എന്ന രീതിയിലും ഇത്രയും ജനങ്ങൾ ഇന്ന് ലോകത്തിലെ എല്ലാ മലയാളികൾ മുഴുവനും കാത്തിരിക്കുന്ന ഒരു പടം. ഇതൊരു പ്രത്യേകമായിട്ട് പറയാനല്ല, ഇത് യഥാർത്ഥത്തിൽ വാട്ട് ഈസ് ഹാപ്പനിങ് നൗ, അതാണ് കാര്യം. അപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമ ഏറ്റവും വിജയകരമായി നടക്കട്ടെ. ഇത് മലയാളികളുടെ ഒരു അഭിമാനമായി മാറും, ലോകത്തിലെ ഏറ്റവും മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമയായി മാറും എന്ന പ്രത്യാശയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.